ഈ സാധനത്തിനെ എടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണം. കൂളായിട്ട് പോയിട്ടില്ല. ചേട്ടൻ പറയണ നോക്കണ്ട, നിങ്ങൾ കറക്റ്റ് ആക്കിക്കോ. അപ്പൊ പരിപാടി പൊളിഞ്ഞു. വീണു. അങ്ങനെ നമ്മളെ റംബൂട്ടാൻ വിളവെടുപ്പ് നടക്കാൻ പോവാണ്. ഇനി മരത്തുമ്പോ കാരണം അല്ലാണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇതുമായി മില്ലി ബഗ് ഉണ്ട്, ഒരു വലിയ പോലെ മില്ലി ബഗ് ഫുള്ള് മോളിൽ നിന്നിട്ട് തന്നെ ചക്ക പെട്ടി നിന്നു. ഞാനാ ഓടിഞ്ഞു ചേട്ടാ, ഒടിഞ്ഞു. എന്ത് കഷ്ടം. നമ്മള് വീണ്ടും ഒരു പാതകല്ലട്ട ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് അഴിച്ചു വെച്ച സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് വയ്ക്കാൻ പോവാണ്. നമ്മുടെ കടപ്പൊക്കെ ഉറച്ചു, ഇതിട്ടത് ഉറച്ചു. ഇനി ഈ സാധനത്തിനെ എടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇത് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കനത്, കുറേ പേര് വേണം. അന്ന് ഇവിടെ കൊണ്ടിട്ടത് യൂണിയൻകാരാണ് എടുത്ത് വെച്ചത്. വാ ജഗു, വാ ഹെൽപ്പ് ചെയ്യാൻ വാ. വെളിച്ചം വരില്ല, വലിയ പണി കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കാണോ? അപ്പോൾ വിളിക്കണ്ട പാവം. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കും. നമുക്ക് എല്ലാവർക്കും കൂടി എടുത്ത് വാടാ ജഗും വാ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 5 പേരുണ്ട് കേട്ടോ. അതേപോലെ 3 പേരുണ്ട്, സരിതി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു കൈ വെച്ചാ ഇപ്പുറത്തൊരു കൈ വെച്ചാ 10 കിലോ 10 കിലോ കുറയില്ലേ? എല്ലാവരും കൊറേ പേര് പിടിച്ചു കഴിഞ്ഞാൽ അത് നീ ഇവിടെ ഇത് വെറുതെ സപ്പോർട്ട് ചെയ്താൽ മതി. ജഗു ഇങ്ങോട്ട് വാ. ആ നടുവിലെ പിടിച്ചത് ഇവിടെ അവിടെ. ഞങ്ങൾ ഇവിടെ പിടിക്കുക. ഓരോ സൈഡായിട്ട് നീക്കിയാൽ മതി. കൂളായിട്ട് പോയിട്ടില്ല. ഇത്രയുള്ള കാര്യം വേണ്ട. അതെ ഇവിടെ 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 കുറച്ച് ഈ ഭാഗം കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കണം. ഇതുമ്മ മുട്ടിച്ചിട്ട് നിൽക്കണ്ടേ? കറക്റ്റ് ആണ്. ഇവിടേക്കുള്ള വീതിയും അവിടേക്കുള്ള വീതിയും കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി അല്ലേ? ഇനി ഏതാ പിടിക്കണ്ടേ? ഇത് വാ ജഗു വാ. അത് നിങ്ങൾക്ക് 4 പേര് കൂടിയുള്ള വേണ്ടോ? വേണ്ട, ഞാനും പിടിക്കാം. ഞാനും വെറുതെ ഒരു കൈ താങ്ങെന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കരമാണ്. ഇത് അത്ര വലിയ കുഴപ്പമില്ല, പീസുകളെ കാരണമാണ് വലിച്ചെത്തിയാ. ഇതിന് പശ വെച്ച് പൊട്ടിക്കണ്ടേ കൈയോടെ? അതെ, ഈ ലൈൻ സെന്റർ പിടിച്ചാൽ മതി. ഇതല്ലേ? ഈ ലൈനില്ല, സെന്ററല്ല മതിയോ? ഇനി എൻ്റെ ഈ മേശ, അതായത് മേശൻ്റെ ഇത് ഈ സാധനം കണ്ട പോരട്ടെ, അങ്ങനെ പോരട്ടെ. ഇങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ നമുക്ക്. ഇതില് പശ വെക്കോ? ആ വെട്ടില് വീഴണം അല്ലേ? അല്ല ചേട്ടാ, പണി കഴിഞ്ഞു വീണു, വെട്ടില് വീണു, ഉറങ്ങിയിരുന്നു. ഗാഡിയിൽ വീണു. അതെല്ലാം കൂടുതലുണ്ട്, അതെല്ലാം കൂടുതലാന്ന് തോന്നുന്നു. അപ്പൊ അത് അടുത്തത് അവിടെ വെച്ചാൽ അറിയില്ല നമുക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 2 കറക്റ്റ് ആക്കാം. ഇത് നീക്കാൻ പറ്റില്ല, ഇത് കറക്റ്റ് സെന്ററിലൊക്കെ എടുക്കണേ. ഇത് കുറച്ചും കൂടി നീങ്ങിട്ടാ ഈ ഭാഗം സെന്ററല്ല. ഇത് പോണെന്ന് നോക്കിയാൽ മതി. കണ്ട ആ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പോണ കറക്റ്റ് സെന്ററിൽ കൂടെ ആണോ നോക്കി? കണ്ട അല്ല ചേട്ടൻ, ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്ക്. ഇത് കണ്ട, അത് കറക്റ്റ് സെന്ററിൽ കൂടെ അല്ല എന്നാ ലൈൻ പോണത്, മനസ്സിലായ? അതിന്റെ അപ്പുറം കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കണത്. ഒരു പൊട്ടും കൂടി നീക്കണം. ഇവിടെ 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 ഏതാണ്ട് കറക്റ്റാ. ശരിഞ്ഞു. അതെ, ഇതൊന്നും വേണ്ട. അതും കൂടി വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ലോ. ഇതിപ്പോ ഇത് കറക്റ്റ് സെന്ററിൽ ഇടണ്ടേ, എന്നിട്ടല്ല അതിനനുസരിച്ചിട്ട് ഇതിന് നീക്കാന്ന്. ഇതിപ്പോ സെന്ററിലായില്ലേ? അപ്പോൾ ഒരു ചെരുവുണ്ടായിക്കോട്ടെ, അത് നമുക്ക് മാറ്റി വെക്കാം. ചെരുവുണ്ടായിക്കോട്ടെ എന്നല്ല, കറക്റ്റ് ആക്കണം കേട്ടത്. ചേട്ടൻ പറയണ നോക്കണ്ട, നിങ്ങൾ കറക്റ്റ് ആക്കിക്കോ. മാറി ഉണ്ടാവും അതന്നെ. ഗാഡി മാറി, ഗാഡിയിൽ കിടന്നതായിരുന്നു. ചെരിഞ്ഞ് അത് വിട്ടു. പൊട്ടി സാധനം പൊട്ടി. ഏത് പൊട്ടി? അടിയിലത്തെ പൊട്ടി, തണ്ട് പൊട്ടി. മരേ, നീ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഊരി വെച്ചോ. പൊട്ടി. ഞാനിത് പിടിക്കാം. അപ്പൊ പരിപാടി പൊളിഞ്ഞു. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒടിഞ്ഞു കിടന്ന് അവിടുന്ന് ഒടിഞ്ഞു. കണ്ട അതേ കണ്ട ഒടിഞ്ഞോടെ.
സെൻട്രൽ പീസ് ഇല്ലേ? ആ മറ്റേ മേശ എടുത്തിട്ടാ നീ അല്ലേ അത് ഫിറ്റ് ചെയ്യാലേ നമുക്ക്. ഇതൊന്നും മാറ്റിടാം. ആ ബെഞ്ച് അത് മുഴുവൻ ഊരി വെച്ചേക്കാല്ലേ, എല്ലാ ബെഞ്ചിന്റെ പീസുകളൊക്കെ. ഇത് ഊരി ഉണ്ടായിരുന്നില്ലേ? ഇതിങ്ങനെ തന്നെയായിരുന്നു, ഇത് ഊരിട്ടായിരുന്നു ഉടനെ. അല്ല ഓ ഭയങ്കര ലോഡുള്ള സാധനമല്ല, ഇതിന് മുകളിൽ ലോഡില്ലേ, നിരക്കുമ്പോൾ സൂക്ഷിച്ചു നിരക്കില്ല ഞാൻ സാധനം. അവിടെ പൊലിച്ചത് പൊലി അതെങ്ങനെ അടക്കി വയ്ക്കാം. ഈ ഇതെടുത്ത് വയ്ക്കാം നമുക്ക്, അത് സെറ്റ് ചെയ്ത് വെച്ചാലും പിന്നെ ഇനി നമുക്ക് ഇത് വയ്ക്കുമ്പോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതെടുത്ത് വയ്ക്കാൻ പറ്റുമോ? അതിന്റെ ഇടയിൽ കൂടെ എടുത്ത് വയ്ക്കല്ലോ വേണ്ടോ, ഇടയിലേക്ക് എടുത്ത് വയ്ക്കല്ലോ വേണ്ടോ? അപ്പോൾ ഇതെടുത്ത് ഫിറ്റ് ചെയ്യാൻ പതുക്കെ വയ്ക്കണല്ലോ ഈ സാധനങ്ങളൊക്കെ. ഈ വശം പുറത്തേക്ക് ചെയ്യണം വരാനല്ലേ. ഇനി ഈ സാധനം ഇതിന് എവിടെ ബെഞ്ച് ഇത് ഇതല്ലേ എടുത്ത് വെച്ച പോലെ തന്നെ അത് വേറെ വേറെ കണ്ടെടുത്ത് വെക്കാൻ പറ്റിയില്ലേ? അത് പശ വിട്ടതാണിത്. ഓ അത് ശരി. അതിന്റെ അല്ല ഇതേ അല്ല ഇത് 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 ആ അത് ഇളകിയിരിക്കുന്നു, അതാണ് അതൊക്കെ വേറെ വേറെ ആക്കി വെച്ചല്ലേ. ഇത്തിരി നീക്കിക്കാം. അതുകൊണ്ട് വെച്ചാലേ ലോക്കാവുള്ളൂ അല്ലേ. എല്ലാം വെക്കാം. കളഞ്ഞില്ലേ അത് കറക്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കില്ലേ? വെച്ചിട്ടാ മറ്റേ സാധനടാ സിമെന്റ് വെച്ചിട്ടുണ്ടോ? സിമെന്റ് അവര് വെച്ചിണ്ടാവും അന്ന് ഉറപ്പിച്ചവര്. അല്ല ഇത് മറ്റേ ഇവിടേക്ക് എടുത്തിട്ടില്ലേ, ഇവിടേക്ക് എടുത്തിട്ടപ്പോ ഒന്നും ചെയ്തിട്ടില്ലേ? ഇവിടേക്ക് എടുത്തിട്ടപ്പോ മറ്റൊരു ടൈല് പണിക്കാര് അവരെ അത് ടൈലിന്റെ സാധനം തേച്ചത് കിട്ടില്ലല്ലേ ചേട്ടാ? ഇതല്ലേ മുകളിലേക്ക് അളവ് നോക്കിയിട്ട് എടുത്ത് അതിനുള്ളിൽ കടത്തി കഴിഞ്ഞാൽ തള്ളാൻ പറ്റില്ലല്ലോ. ഒരേ അല്ല ഇത് മുകളിലേക്ക് ചിലപ്പോ മുകളിലത്തെയോ ചിലപ്പോ മുകളിലേക്ക് എടുത്ത് സരി കൈ മാറ്റി കേട്ടാ. ആ മുകളിലേക്കാണിത്. ഇതുമൂലം ആക്കിയിട്ടുണ്ടോ സിമെന്റ്? ഇങ്ങനെ അങ്ങനെ ആ അയ്യോ ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കയറില്ലേ? മറ്റോണം വരണം. പറയുന്നുണ്ട്. അപ്പൊ തിരിച്ചു നോക്കിയാലോ, എന്നാ ഇങ്ങോട്ട് വെച്ചോക്കാം. ആ അങ്ങനെ വെച്ചോക്ക്, ഇത് അങ്ങോട്ട് പോട്ടെ അത് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ ചിരിച്ചു. ശരിക്കും സിമ്പിളായിട്ട് കയറേണ്ടതാ അല്ലേ? മുട്ടി കൊണ്ടിരുന്നേ, എന്നിട്ട് ഇത് അടിച്ചു കയറ്റിട്ട് ഇനി ഇത് പൊട്ടാനാണോ? മുട്ടി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ലേ? ഇത് മൊത്തം നന്നായിട്ട് തെറ്റിയാൽ ഇതാടി ഇരിക്കുക പോണ്ട പോലെ ദേവ് ഇരിക്കുന്നു ഇവിടെ. ഇതാണ് സാധനം മുട്ടി വെക്കണ അടിക്കാനായിട്ട്. ഇങ്ങനെ നേരത്തെ കാലം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇനി ഒന്നും ചെയ്യണ്ട, ഇനി ഒട്ടിക്കുക വേണ്ട. പശ വെച്ച് തേച്ച് ഒട്ടിക്കാനായിട്ടാ. പശ വെച്ചാലത് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇടുന്ന ടിസ്റ്റ് അടിക്കും. അപ്പോൾ ഇന്നലെ സനീഷ് അത് ഇട്ടിട്ട് പോയി, അത് ഒട്ടിച്ചിട്ട് പോയി. അതിനി പൊട്ടിയതിനി നാളെ അങ്ങനെ അതിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടേ വെക്കണം. അപ്പം നടുവിലിപ്പോൾ നിലവിൽ ബെഞ്ചില്ല, ബെഞ്ചുണ്ട്. അല്ല ബെഞ്ചല്ല, മേശയില്ല എന്നുള്ള ഒരു ഇതാണ്. നാടോടിക്കാറ്റ് സിനിമയിലത്തെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ശ്രീനിവാസനും മോഹൻലാലും കൂടി അറബി വേഷത്തിൽ അവിടെ എത്തി, അവർക്ക് മനസ്സിലാവില്ലേ, അവർ റിയലൈസ് ചെയ്യില്ല ദുബായ് അല്ല ഇത് മദ്രാസാന്ന്. അപ്പം അറിയില്ലേ പശുവിനെ വിറ്റതും നുള്ളിപ്പറക്കിയതും നാട്ടിൽ മുഴുവൻ കടങ്ങളെ വരുത്തി വെച്ചതും കടലേ ചാടിയതും നീന്തിയതും ഈ മദ്രാസിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ച പോലെയാണ് ഇപ്പോൾ. ഇത്രയധികം കഷ്ടപ്പെട്ട് ഈ വലയിട്ടത് എന്ത് കാര്യത്തിന്? അണ്ണാറക്കണ്ണന്മാർക്ക് തിന്നാൻ വേണ്ടി. അവരിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഭയങ്കര കുലുക്കം കേൾക്കാം. അപ്പൊ നോക്കുമ്പോ അല്ല വേറെ കാര്യമുണ്ട്. എന്തിട്ടാ ഞാൻ പറഞ്ഞത് ഈ ബെഞ്ചിന്റെ കാര്യം പറഞ്ഞത്, നീ പറഞ്ഞതും ഇതുമായിട്ട് ഒരു ബന്ധം വന്നില്ലേ? ബെഞ്ചിന്റെ കാര്യം എന്തിട്ടാ പറയാനുള്ള? ബെഞ്ച് ഇടല് ഇപ്പൊ എന്തൊരു ചെയ്യാൻ പോണെന്ന് നീ പറഞ്ഞ? ഇത് പൊട്ടിക്കാൻ പോവാ. അത് പറഞ്ഞിട്ട് വേണ്ടത് അല്ല, അതിലേക്കാണ് വരുന്നേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചേട്ടൻ കുറെ ശ്രമിച്ചു, കുറെ വല വാങ്ങിച്ചോണ്ടു, അത് ആദ്യം വാങ്ങിച്ചോണ്ടു, പിന്നെ ഇത് വാങ്ങിച്ചോണ്ടു, തന്നെ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ കോക്കൂനെ വിളിച്ചു, അവൻ വന്നു ഇട്ടെന്നു, അതും ഒരു സംഭവ ബഹുലമായ വീഡിയോ ആയിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും
അണ്ണാറ കണ്ണന്മാര് ഇതിന്റെ ഉള്ളിൽ കയറുന്നുണ്ട്, തിന്നുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഇവരെങ്ങനെയാണെന്നറിയോ, മുകളിലാണ് ഓട്ടിന്റെ ചെയ്യണത്, മുകളില് ആ മൂളിയോടെ കയറുന്നത് എന്തിട്ട് എങ്ങനെയാ. അപ്പോ ഇതില് പഴുത്തു തുടങ്ങി, പഴുത്തത് ഇങ്ങനെ നിക്കുന്നത് എത്ര എണ്ണം അതിന്റെ ഉള്ളില് സാധനം ഉണ്ടെന്ന് നമുക്കറിയില്ല. ആ തൊണ്ട് മാത്രമായിട്ടാവും ചിലപ്പോൾ നിൽക്കണത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓട്ടയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലത്തെ സാധനം ഇവർ കൊണ്ടുപോയിണ്ടാവും. അതിപ്പോ കുറെ കൊലകൾ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പഴുത്തോടത്തോളം പൊട്ടിക്കലാണ് ഇപ്പൊ ചേട്ടൻ ചെയ്യാം. ഇവർ രണ്ടുപേരാണ് അണ്ണാറക്കണ്ണന്മാരെ ഓടിപ്പിക്കാനുള്ള കരാറ് ഏറ്റെടുത്തോണത്, ചാർലിയും ഇമ്രാനും. ഇവിടെ ഇരിക്കും, മുകളിലേക്ക് നോക്കിക്കും. ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ചാർലി. ഇതേ ഇമ്രാൻ മുകളിൽ കിടക്കും, ചാർലി ഇതിന്റെ അടിയിൽ കിടക്കും. ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും കൂടെ. കണ്ടാ, അപ്പം ഞാൻ കൊട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ വിളവെടുപ്പ് നടക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. എന്നെ ഞാൻ പുളികുറുമ്പുകളുടെ കടി ഏറ്റുവാങ്ങാൻ പോവാണ് കേട്ടോ. കുഴപ്പമില്ല, കാരണം ചേട്ടൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം പറയണ ജമ്പ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് പോയോന്നു. ചേട്ടൻ വാങ്ങിച്ചോണ്ടല്ലേ, ചേട്ടൻ പുളികുറുമ്പിന്റെ കടി കൊണ്ടോ? അല്ല, അതിപ്പോ എങ്ങനെയും ഉണ്ടാവൂലോ കടി. നമ്മളത് പറഞ്ഞു നിന്ന് ഞാൻ ഒറ്റ തന്നെ മനസ്സിന് വിഷമം തോന്നി പോവൊന്നുമില്ല. അപ്പൊ ഞാൻ അല്ല എപ്പോഴും പറഞ്ഞോണ്ടിരുന്ന നമ്മളത് കളയാനുള്ളത് നോക്കണ്ട. ആദ്യം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടേ, കേറിട്ട് നോക്കിയോട്ടെ. പറയണേനെല്ലാം മറുപടി പറയണം. അല്ല, കേറിട്ട് നോക്കിയാലേ പുളിയുറുമ്പുകൾ അതിൽ എന്തോരം ഉണ്ടെന്ന് അറിയില്ലോ. അല്ലാണ്ട് പിന്നെ കേറി നോക്കാണ്ട് ചേട്ടപ്പന്നെ പറഞ്ഞ പുളിയുറുമ്പിന്റെ കടി കൊള്ളാനാ പോണേന്ന്. അല്ല, സാധാരണ പുളിയുറുമ്പുകൾ ഉണ്ടാവില്ലോ, അതുകൊണ്ടാണ്. ചാർലി, അണ്ണാറക്കണ്ണന്മാര് മുകളിലില്ല, നമുക്ക് നീക്കാം. നിങ്ങൾ പേടിക്കുന്നു വേണ്ട, നിങ്ങൾ കൊട്ട എടുത്തിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ പേടിയൊന്നുമില്ല, ഇങ്ങനെ പഴുതുണ്ടാക്കി ഞാൻ പൊട്ടിച്ച് ഇങ്ങോട്ട് ഇടാട്ടാ. ശരി ശരി മുതലാളി. ശരിക്കും മുതലാളി. അപ്പൊ ഞാൻ കയറാൻ പോവാണ്. ഇത് വെക്കിയിരുന്നില്ലേ പോ ലാഡർ, മരത്തുമ്മ കയറാൻ പോവാ. അയ്യോ, ലാഡർ എടുക്കണ? പിന്നല്ലാണ്ട്. ഒരു മിനിറ്റ് കേട്ടാ, ഒരു സെക്കൻഡ്. ലാഡർ ഉണ്ട്, മരത്തമ്മ കയറിയിട്ടല്ലേ പൊട്ടിക്കുക. അതാണ് മരത്തമ്മ കയറാണ്ടെങ്കിൽ പൊട്ടിക്കാൻ പറ്റാ. മരത്തുമ്മ കയറാൻ പറ്റില്ല, പുളിയുറുമ്പ് കടിച്ച പ്രശ്നമാവും. പറ്റാളെ കൂടെ തോറ്റു ഈ അണ്ണാറക്കണ്ണന്മാരെ കൊണ്ടേ. ഇങ്ങനെ വെച്ചാൽ മതിയില്ലേ, താൽക്കാലികം എനിക്ക് മരത്തമ്മ കയറിയാൽ മതി. താൽക്കാലികം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീഴും. അല്ല, വീട്ടിലില്ല. മതി. ഞാൻ കയറി പിടിച്ച കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ സാധനത്തിന്റെ ആവശ്യമില്ല. ഈ സാധനത്തിന്റെ വലറിയ ഞാൻ പൊട്ടിച്ചിടാം. ഈ മരം കയറാൻ അറിയാത്ത എന്നെ കൊണ്ട് മരം കയറും. കയറാൻ പോയിപ്പോ ഇനി മരത്തമ്മ കയറണം, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. കൊമ്പിന് വലിയ ബലല്ല ചേട്ടാ. അങ്ങനെ ഞാൻ പൊട്ടിച്ചിടാൻ പോവാണ് കേട്ടാ. എവിടേക്കിടേണ്ടത്? അടിയിലേക്ക് ഇട്ടോ, അതെ എവിടേക്കേലൊക്കെ വീണോളൂ. ഒരു കാര്യം കേട്ടാ, ഒരു സരിത ആ കത്തിരി കൂടി വേണം. ഇതേ ഉദ്ഘാടനം കണ്ട, പിടിക്കിട്ടോ. അല്ല, അടിയിലേക്ക് നിലത്തേക്ക് ഇടണ്ട, പിന്നെന്താ മുറത്തിലേക്ക് ഇട്ട് വെച്ചോ. ഒരു കാര്യം നഷ്ടാവില്ല ചേട്ടാ നമുക്ക്. സരിത ചേട്ടൻ ആദ്യം പൊട്ടിച്ച് തീർത്തിട്ട് വായി, നഷ്ട ലാഭമൊക്കെ നമുക്ക് പിന്നെ കണക്കൂട്ടാം അടിയിൽ വന്നിട്ട്. പക്ഷേ ഇതുമായി മില്ലി ബേഗ് ഉണ്ട്, ഒരു വലിയ പോലെ മില്ലി ബേഗ് ഫുള്ള്. സാരല്ലേ, പോണോ പോട്ടെ, കിട്ടണ മതി. ഇതേട്ടാ, ഇത് മില്ലി ബേഗ് ഉണ്ട് കണ്ടപ്പാനം. പക്ഷെ അതിനുള്ളിൽ അടിപൊളിയാ. ആ ലാഡർ കണ്ട് മാറ്റി വെച്ചാൽ അപ്പോൾ തന്നെ കുറേ സ്ഥലം കിട്ടും. ജഗ് ആ ലാഡർ കണ്ട് നീക്കി വെച്ചാൽ കാണിച്ചു കൊടുക്കുക. സരി, അതിൻ്റെ കുഴപ്പമുണ്ട്. ഇത് കണ്ട ഇതിൻ്റെ അവസ്ഥ, കേട് വന്നിട്ട്. അത് ഇന്നലെ ആരോ പറഞ്ഞല്ലോ ഇപ്രാവശ്യം റംബുട്ടാൻ മൊത്തം കേട് കൂടുതലാന്ന്. പിന്നെ അത് വാങ്ങിച്ചു അച്ഛൻ്റെ. കേട് വന്നാലും അത് അതിൻ്റെ ഉള്ളിൽ അടിപൊളി സരിത. അതെങ്ങനെയാ മനസ്സിലായേ? അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പൊട്ടിച്ച് തിന്നുണ്ടല്ലേ? ഞാൻ ഇടയ്ക്ക് പൊട്ടിക്കും സൂത്രത്തില്, ആരും കാണാണ്ട്. ദൈവമേ, എനിക്ക് അത്ഭുതം തോന്നിട്ടാ. സാധനം മുതലായി 22 ആക്കി കഴിഞ്ഞാൽ 1 കിലോനായി. പക്ഷെ 22 എൻ്റെ ചെരുപ്പ് ഊരാൻ പോവാ. ഞാൻ ഇതെന്തിനാ ഞാൻ ചെരുപ്പ് ഇടണമല്ല. ചെരുപ്പിട്ടിട്ട് എന്തിനാ കയറി പറഞ്ഞ പോലെ ഒന്ന് സമാധാനപ്പെടോ. സമാധാനം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വീണാലും കുഴപ്പമില്ല, വലയമ്മ കുടുങ്ങുന്നു. ഈ വലയ്ക്കൊന്നും വലിയ ബലല്ലേ ജഗ്ഗുക. സ്ലോ മോഷനിലാ ഒന്ന് മാത്രം അച്ഛൻ നിലത്തെത്ത. ഇനി എണ്ണങ്ങളായിട്ട് ഇടാട്ടാ. എങ്ങനെ ഒരു ഓട്ട ഇവിടെ ഓട്ടയിടട്ടെ, എനിക്ക് ഇടട്ടെ. ആ ചെരുപ്പ് മാറ്റി പറക്കി ഓട്ട. ഇനി ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പറക്കാം. ഇമ്രാനും ചാർലി അടിയിൽ വന്നിട്ട് നോക്കിയേ. അവരെ വിചാരം ഇതിൻ്റെ മുകളിൽ അണ്ണാറക്കണ്ണുണ്ടാ. ഞാനാണ് അണ്ണാറക്കണ്ണനല്ലേട്ടാ. വല ഊരിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. വല ഊരി കഴിഞ്ഞ പിന്നെ വീണ്ടും ഇടണ്ടേ? പച്ച കുറയല്ലേ, വലയിടാൻ പറ്റില്ലേ? പിന്നെ വല ഇട്ടിട്ട് എന്തൊരു കാര്യം അല്ലേ? എന്തായാലും പൊട്ടിക്ക് എന്നിട്ട് പറക്കാം. നിങ്ങൾ 2-3 തിന്ന് കാണിക്കേ. ജഗ്ഗു തിന്നുണ്ട്. തിന്ന് മരത്തിന്റെ കൊമ്പൊടിയോ, അതിന്റെ തുമ്പത്തി അധികം പോവല്ലേട്ടാ.
അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ തിന്ന് നോക്കിയിട്ട് പറയാം. ആ അതിൻ്റെ മോളിൽ എന്ത് തന്നെയാണോ തീറ്ററപ്പായി പണ്ട് ആളെ പ്ലാവുമ്പിലൊക്കെ കയറ്റും ആളുകൾ ചെറുപ്പം കുഞ്ഞിയ കുട്ടിയായിരിക്കുമ്പോഴേ അപ്പോൾ ആൾ മോളിൽ ഇരുന്നിട്ട് തന്നെ ചക്ക പെട്ടി ഇത് നിന്ന് വിശപ്പ് സഹിക്കാൻ വയ്യണ്ടേ. നല്ല രസമല്ലേ? ആ ആ ഇത് വല ഊരാണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചില്ലേ, നിങ്ങൾക്കും കൂടിയും ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ മരത്തുമ്പ് കയറിയിട്ടാ? അല്ലല്ല ഇത് ചില്ല ചാച്ചിട്ടേ കണ്ട നല്ല ഭംഗിയുണ്ട്. ആ ഇതിപ്പോൾ എത്രാം തീയതിനാണ്? വെറും രണ്ടാമത്തെ. ഞാനങ്ങനെ ആക്രാന്തം കാണിക്കുന്ന ആളല്ല. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിൻ്റെ മരങ്ങൾ ഇളകണ കണ്ടിട്ട് എണ്ണറങ്ങണന്മാരാൻ ചേർത്തിട്ട് രണ്ടുപേരും ഭയങ്കര ജാഗരൂകരായിട്ട് നിൽക്കുകയാണ് മോളിക്ക് നിന്നിട്ട്. ആ പുളിയുമ്പിൻ്റെ കൂട്ടത്തിൽ പിടിച്ചു. വാ ഞാൻ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു. തുടങ്ങി. റംബുട്ടാൻ്റെ ഒരു പോരായ്മ ഇവർ പത്രക്കാർ എഴുതിയത് എന്നിട്ട് അറിയാം ശരിയാ, മലയാളികളുടെ ഒരു ഇഷ്ടപ്പെട്ട അല്ല ഇപ്പം ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണല്ലോ ഈ റംബുട്ടാൻ. അതായത് ഇപ്പം ആളുകൾക്ക് റംബുട്ടാനും മാങ്കോസിനും ഭയങ്കര ഇഷ്ടമായി മലയാളികൾക്ക്. പക്ഷേ മലയാളികൾ ഏറ്റവും കുറവ് ഫ്രൂട്ട് കഴിക്കുന്ന സമയത്താണ് അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കുറവ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് മലയാളികൾ. ആ സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് എന്നുള്ളതാണ് ഇതിന് ഇത്ര മാത്രം ജനപ്രിയമാക്കിയത്. അല്ല ഒരു എതിരുന്ന് മനസ്സിലായില്ലേ അല്ലേ? ഇല്ല അല്ല എന്തുകൊണ്ടാ ജൂൺ ജൂലൈ മാസങ്ങളിൽ മലയാളികൾ കുറവ് ഫ്രൂട്ട് കഴിക്കണേ? അതെന്താ? അത് വെറുതെ പറയായിരിക്കും. കാരണം ചക്കൊക്കെ ഒരുവിധം പഴുത്ത് കിട്ടുന്ന സമയം ചക്ക. ആ ഫ്രൂട്ട് അല്ല വാങ്ങിച്ച് കഴിക്കുന്നത്. ആ വാങ്ങിക്കുന്നതാണ്. മഴക്കാലല്ലേ അപ്പൊ ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നില്ലല്ലോ. നമ്മള് വേനൽക്കാലത്തല്ല കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അത് മാത്രല്ല ഇതിനിപ്പോ എതിരുകൾ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടാ. അതായത് ഇത് എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങി റംബുട്ടാൻ. കോട്ടയം വശങ്ങളിലൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഒഴിവാക്കി കുറേ പേര് ഈ മാങ്കോസിനും റംബുട്ടാനും കൃഷി ചെയ്യുന്നു. അപ്പോൾ രണ്ടാണാറകണന്മാർ മാതിയിട്ടുണ്ട് കടന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ലഭ്യത കൂടുമ്പോൾ എന്നിട്ടുണ്ടാവുക വില കുറയില്ലേ? കുറയും. അതുകൊണ്ട് എന്തിട്ടാ? അതുകൊണ്ട് ഒന്നുമില്ലേ. അപ്പോൾ ആളുകൾ കഴിക്കണത് കൂടില്ലേ വില കുറയുമ്പോ? ആളുകൾ മൊത്തത്തിൽ കഴിക്കൽ കുറവാണ്. ഇപ്പോൾ ഇനി മലയാളികൾ ഈ മാസങ്ങളിലും കൂടുതൽ കഴിച്ച് ശീലമായി വരണമെന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടൻ വീഴാൻ സാധ്യത കാണുന്നു. ഞാനാ ആ ചില്ലം വരണുണ്ടേ. ഇതിനെ തുമ്പത്തി പൂന്തോറും ബലല്ലേട്ടാ. വലയിടലും പൊട്ടിക്കലായിട്ട് ഈ മരത്തിന്റെ പണിക്കുറ്റ തീർന്നു. ഈ സൈഡ് മരം വിചാരിക്കണ്ട അടുത്ത കൊല്ലം ഞാൻ പൂക്കില്ല. അല്ല റംബുട്ടാനുകളൊക്കെ അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ പൊട്ടിക്കൽ തന്നെയാണ് പണി. ഇങ്ങനെ പീഡനങ്ങളേറ്റ് വാങ്ങാൻ എനിക്ക് വയ്യ. 10 കിലോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭമായി തരുന്നത്. ഒറ്റ കൊമ്പിലാണ് ദൈവമേ കിസ്റ്റടിക്കുന്നത്. കെട്ടിപ്പിടിച്ച് നിൽക്കും മരത്തിനെ വീഴാൻ പോയി കഴിഞ്ഞാൽ. ഈ മില്ലി ബഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത സാധ്യത ഒരു മില്ലി ബഗുകൾ പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ട്സ്. അല്ല നീ ഒരെണ്ണം പൊട്ടിച്ചോ? സമാധാനമായിട്ട് കാണിച്ചു കൊടുക്കാം. അല്ല മില്ലി ബഗുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. നല്ല രസം. പൊട്ടിച്ച് പൊടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ടിന് കുഴപ്പമില്ല. അയ്യോ കേടുണ്ട് ചേട്ടാ. ഭയങ്കരമായിട്ടുള്ളതല്ല പഴുപ്പ് കയറിയിട്ടുള്ള മില്ലി ബഗ്. പുഴുണ്ട് അതില്ല ഏകദേശം എന്തോരായിട്ടുണ്ട്. അതാദ്യം തട്ടിയിട്ട് സരിതേ ആദ്യം തട്ടിയിട്ട്. അയ്യോ വീണല്ല വളഞ്ഞു. ഞാൻ വലിയ മരമായി കഴിഞ്ഞാൽ ആളുകൾക്ക് കരാറ് കൊടുക്കേണ്ടി വരും. ഞാനേ പുളിയുറുമ്പുകളിലൊക്കെ അടി സഹിച്ചിട്ട് ഇതൊക്കെ പൊട്ടിക്കണത്. വാരിയിട്ടുണ്ട് അല്ലെങ്കിൽ വാരിയിട്ട് നോക്ക് പുളിയുറുമ്പ് കണ്ട എൻ്റെ കൈമേ നിറച്ച്. കാണിച്ചു തരാൻ തട്ടിക്കളേ. അല്ല മേത്ത എണ്ണമെഴുക്ക് നന്നായിട്ട് വരും. ആസിഡാണ്. പുളിയുറുമ്പിലുള്ള ആസിഡിന്റെ പേരെന്തിട്ടാടാ നിനക്ക് പഠിക്കല്ലേ? അയ്യോ ഓടിഞ്ഞു. കൊമ്പൊടിഞ്ഞു. കൊമ്പ് വലിച്ചതാ. അത് ഞാൻ മനപ്പൂർവ്വം ഓടിച്ച് തന്നെയാണ്. അങ്ങനെ അല്ല അത് കിട്ടില്ല, ഭയങ്കര ഉയരത്തിലാ.
അല്ല ഇതിന്റെ പ്രൂണിങ് നമ്മൾ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ കണ്ടമാനം? പ്രൂണിങ് നടത്തുന്ന കൊമ്പടക്കം ഒടിച്ചിട്ടാണോ? അതിന്റെ കൊമ്പ് മറ്റേ തുമ്പ് ഭാഗം മാത്രം കട്ട് ചെയ്യാന്നുണ്ട്. അതങ്ങനെയാണ്. പക്ഷേ ചിലത് നമുക്ക് അങ്ങനെ ചെയ്യാണ്ട് നിവൃത്തിയിൽ എനിക്ക് എത്തില്ല. അല്ലെങ്കിൽ ഞാൻ മറിഞ്ഞു വീഴും. കുറച്ചും കൂടി ഉള്ളൂ കേട്ടാ. ലാസ്റ്റിലേക്ക് ആയി തുടങ്ങിയിട്ടാ. ആ തുമ്പത്തേക്ക് ഇനി പൊട്ടിക്കുക. അതിനെ എനിക്ക് പുളിയുറുമ്പുകൾ നമ്മളെ കൊല്ലുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കണ്ടിനി. ഇല്ല ഇതായിട്ടില്ല. അപ്പം ഞാൻ പൊട്ടിക്കില്ല. അണ്ണറക്കണമാരത് നോട്ടെ ബാക്കിയുള്ളത് കാണുക. ചിലതേ ചേട്ടാ ഒടിഞ്ഞു. എന്ത് കഷ്ടാന്ന് വെച്ചു. വലിയ കൊമ്പൻ ഒടിഞ്ഞു. ഞാൻ ജില്ല എനിക്ക് കയറാൻ പറ്റില്ല. അയ്യോ എന്തൊരു കഷ്ടായ. കഴിഞ്ഞു. വലിയ ചില്ല അങ്ങനെ തന്നെ ഒടിച്ചു. ബാക്കി അണ്ണാറക്കണ്ണമാര് തിന്നോട്ടെ എന്ന് പറഞ്ഞതല്ലേ. അല്ല ഞാൻ അവിടെ നിന്ന് വരല്ലേ. അവിടെ നിന്ന് വരെല്ലാം അങ്ങോട്ട് പോവായിരുന്നു തുമ്പത്തേക്ക്. എന്തൊരു കഷ്ടണ്ടായ. കുഴപ്പമുണ്ടാവില്ല ഇതിന്. ഏയ് കുഴപ്പമില്ല. ഒരു വലിയൊരു ചില്ല ഒടിഞ്ഞു അത്ര ഉള്ളു. സെല്ലോട്ടേ പോയി ചൊട്ടിക്കാന്ന് ജഗ് പറയാ. നീ എവിടെയല്ലേ? ഇനി എവിടെയും ഇല്ല. ഇങ്ങോട്ട് ഇറങ്ങിക്കോ മതി. ബാക്കിയുള്ള ചില്ലകൾ ഓടിക്കല്ലേ ഇനി. ഇവിടെ ഒരു കൊലയും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പൊട്ടിച്ചിട്ട് ആക്കാം. അല്ല ഈ റംബൂട്ടാൻ പൊട്ടിക്കുമ്പോൾ ചില്ലകളെ കൊടിയും. ഇതിന്റെ എവിടെയാണ് പൊത്ത്? അല്ല പൊത്താ. ഒരു മിനിറ്റ് ട്ടാ. നിരന്തരമായി കടി കൊണ്ടിട്ട് ഞാൻ പരുവായി. ഉള്ളിലൊക്കെ നിറയെ ഉറുമ്പുകളാ. ഈ മില്ലിബഗ് വന്നാണ് ഒരു കുഴപ്പമായ. മില്ലിബഗുള്ളത് ഒരെണ്ണം ജഗ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കേടായിരുന്നു. ഇല്ല ഇതിന് നോക്കിയാൽ ഒരു കുഴപ്പമില്ല. വേണ്ട ഈ പറക്കിട്ടാ. അതൊക്കെ അതായത് തനി മില്ലിബഗുകളാണ് കേട്ടോ. ഒരെണ്ണം പൊട്ടിച്ച് നോക്കാം. കണ്ട കുഴപ്പമില്ലേ? കണ്ട നല്ല നല്ല അത്രയ്ക്കും വലിപ്പുള്ള പഴ. കുഴപ്പമില്ലേ? മുകളിൽ ബ്ലാക്ക് ഉണ്ടെന്നുള്ള കഴിഞ്ഞു. പൊട്ടിക്കല് കഴിഞ്ഞു കേട്ടാ. സരിതാ മില്ലിബഗുകളൊന്നും കുഴപ്പമില്ല. ജഗ് പറക്കറ. ഞാൻ തന്നെ മുകളിൽ കയറി ഞാൻ തന്നെ പൊട്ടിച്ച് ഞാൻ തന്നെ പൊളിച്ച് തരണേ നിനക്കിത്? ഞാൻ തന്നെ പൊട്ടിച്ച് ഞാൻ തന്നെ പറക്കി കൂട്ടി ഞാൻ തന്നെ തിന്നേണ്ടി വരുമോ? അങ്ങനെ പറയും. ചാർലിക്ക് ഇമ്രാനും പറ്റിയ സാധനമല്ലത്. അല്ലെങ്കിൽ കുറച്ചെണ്ണം കൊടുക്കായിരുന്നു ഇവർക്ക്. ഇതൊക്കെ അടിപൊളി സ്ഥലത്താണ്. നോക്കിയേ ഇതിനൊരു കുഴപ്പമില്ല. നോക്കിയേ കാണിച്ചു തരണം. നോക്കിയേ നോക്ക് നോക്കിയേ ഇതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അടിപൊളിയാ. കണ്ട നല്ല അടിപൊളി സാധനം. പുറമെ അതിൻ്റെ തൊലിയുമ്പോൾ മാത്രം കേട് ബാധിക്കണുള്ളൂ അല്ലേ? വല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നഷ്ടം വന്നിട്ടില്ല. ഇനി ഇതുമില്ലുണ്ട്. ഇതുമിലത്തെ ആവണല്ലോ. ഇതുമിലത്തെ ഇപ്പോഴൊന്നും ആവില്ല. ഇതുമിലത്തെ ഒരു 2 ആഴ്ചയും കൂടിയും 2-3 ആഴ്ച പിടിക്കും. ഏകദേശം ഇത്രയ്ക്ക് കിട്ടിയതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. മഴ തൂണ്ടല്ലേ? കഴിഞ്ഞില്ലേ അപ്പോൾ? ഞാൻ സജീവനല്ല ചേട്ടനും ഇവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തോ. അടിയിലുള്ളത് ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പറ്റില്ല ചേട്ടന്. തീ 2 എണ്ണം. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ കൃഷി തീ 2 എണ്ണം തന്നായി പഴുത്തതാ. അത് ഇവിടെ ഇതിൽ കൂടെ പൊട്ടിക്കാൻ പറ്റും. ഇതിൽ കൂടെ. അപ്പൊ ഇതിൽ കൂടെ പൊട്ടിച്ചൂടെ നേരെ? ഇനി ഇതിപ്പോൾ ഈ കാണുമ്പോൾ ഈ മില്ലിബഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ ആർക്കും കഴിക്കാം, എപ്പോഴും കഴിക്കാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ചേട്ടന്മാർക്ക് ഇവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ. 1ാം ഘട്ട വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടാ. ഇനിയുണ്ട്. മറ്റേ മരത്തുമ്മിലത്തെ ആയിട്ടില്ല അല്ലേ? ആ പലയിടാത്തമ്മിലത്തെ അണ്ണാമാര് കൊണ്ടുപോയി നിർബാധം അവർ കയറി ഇറങ്ങുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അവർ കൊണ്ടോട്ടെ. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? ലാഭമല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളുടെ വീട്ടിൽ ഉണ്ടായി കിട്ടണത് ഒരെണ്ണം കഴിച്ചാലും നമുക്കത് സന്തോഷമല്ലേ? അതിൽ നമ്മൾ കാശിന്റെ ലാഭം നോക്കില്ല. കാശിന്റെ ലാഭമല്ല ഞാൻ പറഞ്ഞത്. അല്ല ഇത് ഒരു സന്തോഷമല്ലേ ലാഭം എന്നാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ശരി. ഇനി ഇങ്ങനത്തെ കുറെ കേൾക്കേണ്ടി വരുമോ? ബൈ. അപ്പോൾ ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ.